സമയം 7:38. ഇതിനും അരമണിക്കൂർ മുമ്പെങ്കിലും ഈ കളിക്കളത്തിൽ കളികൾ ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2.5 മണിക്കൂറായി മഴ നിർത്താതെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മഴ മാറിയെങ്കിലും കാണികളുടെയും കളിക്കാരുടെയും ഉള്ളിലെ ആശങ്ക വിട്ടുമാറിയിട്ടില്ല. കളിക്കളത്തിലാകെ വെള്ളക്കെട്ടുകൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഒരാളുടെ നെരിയാണിപ്പൊക്കം താഴ്ന്നു പോകാൻ പാകത്തിൽ ചെളിക്കൂമ്പാരം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇതെല്ലാം നീക്കം ചെയ്തിട്ട് വേണം ഇനി ഈ കളിക്കളത്തിൽ കളി ആരംഭിക്കാൻ. ഇന്നത് സാധ്യമാവുമോ എന്ന സംശയത്തിന്റെ നിഴലിലാണ് മുഴുവൻ ആളുകളും. പക്ഷേ കൃത്യം 9 മണിക്ക് ആദ്യ കളിയുടെ ആദ്യ വിസിൽ മുഴങ്ങി. അതിനോടകം കളിക്കളത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്തുകൊണ്ട് അതിർത്തികൾ മാർക്ക് ചെയ്ത് കളി സജ്ജമാക്കാൻ അവിടെ ഒരു കൂട്ടർ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്കിത് കേവലം ഒരു ടൂർണമെന്റ് മാത്രമല്ല, അവരുടെ ജീവനോളം വിലയുള്ള സംസ്കാര പ്രീമിയർ ലീഗാണ്. പടിഞ്ഞാറത്തറ എന്ന അത്ര ചെറുതല്ലാത്ത നാട്ടുരാജ്യത്തെ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ വേണ്ടി അവർ മുന്നോട്ട് കൊണ്ടുവന്ന അവരുടെ സ്വന്തം ലീഗ്. ഈ ലീഗിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ നാം സംസ്കാരയിൽ നിന്നും ആരംഭിക്കേണ്ടി വരും. 1984 സംസ്കാര എന്ന പേരിൽ പടിഞ്ഞാറത്തറയിൽ ഒരു പുതിയ ഗ്രന്ഥശാല രൂപം കൊള്ളുന്നു. 1990 തന്നെ സംസ്കാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബായി ഈ സംസ്കാര ഗ്രന്ഥശാല വളരുന്നുണ്ട്. കബഡി, വോളിബോൾ, ക്രിക്കറ്റ് തുടങ്ങി എല്ലാ കായിക വിനോദങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു സംസ്കാര സ്പോർട്സ് ക്ലബിന്റെ മുന്നോട്ടുള്ള യാത്ര. പക്ഷെ ഗതകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഫുട്ബോൾ ചരിത്രത്തിന് ഒരു ഇരുണ്ട കാലം പറയാനുണ്ട്. പന്ത് തട്ടാൻ ആളെ കിട്ടാതിരുന്ന കാലം, പന്തുമായി കളിക്കളത്തിലെത്തുന്നവർ പന്ത് കൂടെ തട്ടാൻ ആളെ തിരഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം. അവിടെ നിന്നും സംസ്കാര ഒരുപാട് മുന്നോട്ട് നീങ്ങി. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മികവുറ്റ താരങ്ങളെ വളർത്തിയെടുക്കാൻ പാകത്തിൽ സംസ്കാരയുടെ സ്പോർട്സ് കൂട്ടായ്മക്ക് സാധ്യമായി എന്നതാണ് സത്യം. ഈ സാധ്യമായത് സംസ്കാരയുടെ കായിക വിനോദങ്ങളോടുള്ള അടങ്ങാത്ത അഭിനിവേശം എന്നുകൊണ്ട് മാത്രമാണ്. കൊറോണാനന്തരം രൂപം കൊണ്ട ആഘോഷ തിമിർപ്പുകളുടെ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പടിഞ്ഞാറത്തറയിലെ പ്രാദേശിക ക്ലബ്ബുകളെല്ലാം ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ലീഗ് മോഡലിൽ അല്ലെങ്കിൽ ക്ലബ് വേൾഡ് കപ്പ് മോഡലിൽ ഒരു ടൂർണമെന്റ് എന്നതായിരുന്നു സംഘാടകരുടെ സ്വപ്നം. ആദ്യ സീസണിൽ തന്നെ അത് വിജയം കാണുകയും ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളിൽ മികവുറ്റ സംഘാടനവും പുതിയ പുതിയ ഇന്നവേഷനുകൾ കൊണ്ട് പടിഞ്ഞാറത്തറയുടെ ഏറ്റവും ജനകീയ ടൂർണമെന്റായി വളരാൻ സംസ്കാര പ്രീമിയർ ലീഗിന് സാധിച്ചിട്ടുണ്ട്. കേവലം ഒരു പ്രാദേശിക ടൂർണമെന്റിൽ നിന്നും മാറി പകരം വെക്കാനില്ലാത്ത ടൂർണമെന്റ് എന്ന പ്രശസ്തിയിലേക്ക് സംസ്കാരം വളർന്നത് വെറും 4 വർഷം കൊണ്ടാണ്. SLR എന്ന പുതിയ ബ്രാൻഡിന് കീഴിൽ 5ാം സീസണിന് വേണ്ടി സംസ്കാര പ്രീമിയർ ലീഗ് ഒരുങ്ങുമ്പോൾ ഈ വർഷത്തെ കളി വിശേഷങ്ങൾ പങ്കുവെക്കാൻ സജീവമായി ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളോട് കൂടെ ഉണ്ടാകും. അടുത്ത വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിടാം.